വിഷപ്പാമ്പുകളുടെ മല്ലിട്ട് ടാർപോളിൻ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരമ്മയും മകനും കഴിഞ്ഞുകൂടുന്നു. അധികൃതരുടെ അനാസ്ഥ കാരണം ഇതുവരെ ഒരു ഭവന പദ്ധതിയും ഇവരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദുരന്തം ഒഴിവാക്കണമെങ്കിൽ അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ വേണം. എനിക്ക് എല്ലാവരെ പോലെ എൻ്റെ കൊച്ചിനെ നല്ല നിലയിൽ കൊണ്ടെത്തിക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. എനിക്ക് കിട്ടാത്തതായാലും അവൻ നാളൊരു സമയത്ത് അവൻ നല്ലൊരു നിലയിൽ എത്തിക്കാനാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. കൈ നീട്ടണതും അതുകൊണ്ടാണ്. അരയ്ക്ക് താഴെ തളർന്ന ശരീരം, കൂടെ ജീവിതം താങ്ങി നിർത്താൻ പാടുപെടുന്ന മകൻ. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ടാർപോളിൻ മേൽക്കൂര, രാത്രിയായാൽ പാമ്പുകൾ കയറി വരുന്ന ഭയം. ഇതൊരു സിനിമാ കഥയല്ല, നമ്മുടെ കൺമുന്നിൽ കഴിയുന്ന ഒരു അമ്മയുടെയും മകന്റെയും ജീവിതമാണ്. എങ്ങനെ ജീവിക്കുമെന്നും എനിക്ക് മാർഗമില്ല. ഒന്നും പറ്റാത്തോണ്ട് ഞാൻ മരണത്തിന് വരെ ഇറങ്ങിയതാണ്. അവിടെ നിന്ന് വീണ്ടും എൻ്റെ മോനെ ഓർമ്മിച്ച് വീണ്ടും തിരിച്ചു വന്നതാണ്. കിളിമാനൂർ പഴയ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ താമസിക്കുന്ന മിനിയുടെയും മകൻ ആദിത്യൻ്റെയും ജീവിതം ഇന്ന് കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല. എനിക്കൊരു റൂമെങ്കിലും കെട്ടി അടച്ച് എനിക്ക് എൻ്റെ കൊച്ചിന് ഒരു നേരത്തെ ആഹാരം, എനിക്ക് ജോലി ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഒരു നേരത്തെ ആഹാരം എൻ്റെ കൊച്ചിന് കൊടുക്കണം. അത് 1-ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കണം. വണ്ടി ഫീസ് പോലും കൊടുക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഈ വസ്തു എൻ്റെ പേർക്ക് എഴുതാനും നിവർത്തിയില്ല. പിന്നെ എങ്ങനെ ജീവിക്കുമെന്നും എനിക്ക് മാർഗമില്ല. ഇരുന്ന് നിരങ്ങി മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന മിനിക്ക് കൂട്ടിനുള്ളത് 6 വയസ്സുകാരൻ മകൻ മാത്രമാണ്. ചെറ്റപാടത്തിലാണ് കിടക്കുന്നത്. വളരെ ദയനീയാണ്. അമ്മ മരിച്ച്, അച്ഛൻ മരിച്ച്. ആഹാരമൊക്കെ നാട്ടുകാർ ആരെങ്കിലുമൊക്കെ സഹായിച്ചാണ് കൊടുക്കുന്നത്. പഞ്ചായത്തുകാർ പറഞ്ഞാൽ അവർ തള്ളേരെ പേരിൽ കിടക്കണേൽ വീട് കൊടുക്കില്ല. അങ്ങനെ ഒരു കാര്യവുമുണ്ട്. മിനി പറയണതെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല, പ്രമാണം എഴുതാനായിട്ടുള്ള. കുടുംബ ഓഹരിയായി ലഭിച്ച ഭൂമിയിലാണ് മിനിയും മകനും താമസിക്കുന്നത്. എന്നാൽ ഈ ഭൂമി ഇതുവരെ ഇവരുടെ സ്വന്തം പേരിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരൊറ്റ സാങ്കേതിക കാരണം ചൂണ്ടിക്കാണിച്ച പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് വീട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഗവൺമെന്റിൽ നിന്ന് സഹായിച്ചെങ്കിൽ ഏറ്റവും ഒരു ഉപകാരം. ഒന്നാമത്തെ കാര്യം ഒരു വീടാണ് അവർക്ക് അത്യാവശ്യം. അതിനുള്ള ഒരു വഴി എങ്ങനെയെങ്കിലും കാണിക്കണമെന്ന് കൊടുക്കണമെന്നാണ്. നിലവിൽ 4 ചുറ്റും ടാർപോളിൻ കൊണ്ട് കെട്ടിമറച്ച സുരക്ഷിതമല്ലാത്ത ഒരു ഷെഡിലാണ് ഇവരുടെ താമസം. വീടിന് ചുറ്റും കാടുപിടിച്ച് കിടക്കുകയാണ്. അണലി ഉൾപ്പെടെയുള്ള മാരക വിഷമുള്ള പാമ്പുകൾ ഇവിടത്തെ സ്ഥിരം അതിഥികളാണ്.